ഇന്ന് നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പിസ്സയിലേക്കുള്ള മൊസറല്ല ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാല് ചൂടാക്കിയെടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചൂടായൊന്ന് നമ്മളൊന്ന് വിരൽ തൊട്ട് നോക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് വിനാഗിരി ചേർക്കാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിങ്ങനെ പിരിഞ്ഞ് വരും. ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് വരുന്നതായിട്ട് കാണാം. നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പിരിഞ്ഞ് വരും. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നല്ലതായിട്ട് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം ഇങ്ങനെ പോകണം. അതിനുശേഷം ഒരു പാത്രത്തിൽ ചൂടായ വെള്ളത്തിൽ 1 സ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് കയ്യിലിരിക്കുന്ന മസാല ചീസ് അതിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുക്കാം. അതായത് ഒരു 5 മിനിറ്റോളം നമ്മൾ ആ നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ എടുത്ത് പ്രസ് ചെയ്യുക. പിന്നെയും നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ എടുക്കണം. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിസ്സയിലൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് ചേർക്കുമ്പം ആ പിസ്സയ്ക്കൊക്കെ നല്ലൊരു വലിച്ചിൽ വരത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് നല്ലതായിരിക്കും. മാക്സിമം വെള്ളം മൊത്തം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കളയണം. വീണ്ടും നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ മൊസറല്ല ചീസ് വെച്ച് നന്നായി പ്രസ് ചെയ്ത് വെള്ളം നിശേഷം നമ്മൾ ഇതിൽ നിന്ന് കളയണം. എന്നാലേ നമ്മൾ ആ വിചാരിച്ച രീതിയിൽ നമുക്ക് ഈ മൊസറല്ല ചീസ് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് കവർ ചെയ്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2 മണിക്കൂറിന് ശേഷം മൊസറല്ല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പിസ്സയിലൊക്കെ വെക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞൊന്നും പോകുന്നില്ല. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.